എത്ര നാള് ഈ ഒരു ഭൂമിയിൽ ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഏത് നിമിഷം കൊല്ലം. എന്തിനു പറയുന്ന ഈ വീട് ചെയ്യുന്ന നമുക്കെതിരെ പോലും നാളെ എന്ത് സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല. ചത്താലും ഈ വിഷയത്തിൽ നിന്ന് പിന്മാറില്ല. കാരണം 1000 പെൺകുട്ടികളെ കൊന്നൊടുക്കിയവരെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ കാട്ടിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അതായത് മനാഫിനടക്കം ഭീഷണിയുള്ള സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടി ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഈ ധർമ്മസ്ഥല എന്നുള്ള സ്ഥലത്ത് ഞങ്ങൾ നിന്ന സമയത്ത് തന്നെ ഒരു ഓട്ടോക്കാരൻ വന്നു ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. വീണ്ടും മനാഫ്കക്ക് വധഭീഷണി. കോൾ ചെയ്തുകൊണ്ട് പറയുക, നിന്നെ ഞങ്ങൾ തീർക്കും, ഈ വിഷയത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ട്. മലയാളികൾ ഈ വിഷയം ഏറ്റെടുക്കുമോ? കുറച്ച് ചാനലുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും യൂട്യൂബർമാരെ നിങ്ങളൊന്ന് കണ്ണു തുറക്കുമോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. പല വിഷയങ്ങളും ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചർച്ച ചെയ്യണം, എല്ലാ വിഷയവും ചർച്ച ചെയ്യണം. കൂട്ടത്തിൽ ഒരു സൈഡിലെങ്കിലും വ്യൂ ഒന്നും പ്രതീക്ഷിക്കാതെയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. 1000 കുട്ടികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1000 അല്ല, അത് എത്രയാകുമെന്ന് പറയാൻ കഴിയില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ ഒരു